ഭരണസ്തംഭനം ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള CPM-ഉം കോൺഗ്രസും BJP-ക്കെതിരെ പ്രതിഷേധിച്ചതോടുകൂടി കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിൽ വലിയ സംഘർഷമാണ്. ഇപ്പൊ ട്രെൻഡിങ് ആണ്, യൂട്യൂബ് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ആണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഉള്ളത് മുഴുവനും. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ഭരണം BJP ഏറ്റെടുത്തതോടു കൂടിയാണ് തിരുവനന്തപുരം എന്നുള്ളത്, തിരുവനന്തപുരം നഗരസഭ എന്നുള്ളത് നരകസഭയായിട്ട് മാറുന്നത്. ഈ നരകസഭയായിട്ട് മാറുന്നതിന്റെ നേർസാക്ഷ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അത്രയും. UDF അംഗങ്ങൾ രജിസ്റ്റർ ഒപ്പിടാൻ ശ്രമിച്ചത് വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ തടഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ എക്സാക്ട് ദൃശ്യങ്ങൾ കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിന്റെ കൃത്യമായുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല. കാരണം അവിടെ നടന്നിട്ടുള്ളത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന വിഷ്വലുകൾ കാണുന്നത് തിരിച്ചുള്ള ആക്രമണവും കാണുന്നുണ്ട്. ഇതിൽ മറ്റൊരു നെറേറ്റീവ് വരുന്നുണ്ട്. ഈ രജിസ്റ്ററിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് അംഗങ്ങൾ ഒപ്പിട്ടത് മായ്ച്ചു കളയാനുള്ള ശ്രമം നടത്തി എന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നുണ്ട്. എന്തായാലും UDF-ന്റെ കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായിട്ടുള്ള K ശബരിനാഥൻ ചെമ്പഴന്തി ഉദയനും തമ്മിലായിരുന്നു അടിയോട് അടി നടന്നിട്ടുണ്ടായിരുന്നത്. ഉദയന്റെ ഷർട്ട് കീറിയതായിട്ട് BJP ആരോപിക്കുന്നുണ്ട്. വനിതാ അംഗങ്ങളെ BJP കയ്യേറ്റം ചെയ്തതായിട്ട് UDF-ഉം ആരോപിക്കുന്നുണ്ട്. UDF ഇത് രണ്ടും ആരോപിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, വളരെ കുറച്ച് ദിവസങ്ങളായുള്ളൂ ഈ സംഘർഷം ഏറ്റവും പാരമ്യത്തിൽ എത്തിയിട്ട്. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിനു മുമ്പ് CPM ഈ അംഗങ്ങളെ BJP മേയറെയും അവരുടെ കൗൺസിൽ അംഗങ്ങളെയും അകത്തേക്ക് കടത്തി വിടാതിരിക്കാനുള്ള പണികൾ നോക്കുന്നു. അതിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു. ഈ സംഘർഷത്തിന് ശേഷമാണ് K ശബരിനാഥന്റെ നേതൃത്വത്തിൽ അവിശ്വാസം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അവിശ്വാസം കൂടി കൊണ്ടുവരുന്നതിനിടയിൽ ഈ BJP-യുടെ ഭരണം ഇല്ലാതെയാക്കാൻ കഴിയുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് രണ്ട് പക്ഷത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിൽ, അതായത് BJP-ക്കെതിരെ എന്ത് കൊണ്ടുവന്നാലും പിന്തുണയ്ക്കും എന്നുള്ളതായിരുന്നു V ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ V ജോയ് പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഇവരെ ഇപ്പോൾ ഇതിന് പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു V ജോയുടെ നിലപാട്. അതോടുകൂടി തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ UDF-ന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റുകയാണ്. ഇതോടുകൂടി തന്നെ കോൺഗ്രസിന് സമനില തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ പലപ്പോഴും കല്യാണ മണ്ഡപങ്ങളുടേത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുൻപിൽ വന്നതാണ്. ഇതെല്ലാം കൈയാളിയിരുന്നത് CPM-ന്റെ കരാറുകാരെയായിരുന്നു. ഈ CPM-ന്റെ കരാറുകാരെയൊക്കെ മാറ്റി അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട, അതായത് കോർപ്പറേഷന് കിട്ടേണ്ടുന്ന പണം പോലും ഈടാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മാത്രമല്ല, കയ്യേറ്റങ്ങൾ ഉണ്ടായിരുന്നു അനധികൃതമായിട്ട്. ഈ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സത്യത്തിൽ CPM-നെ സംബന്ധിച്ച് വലിയ അടിയായിരുന്നു. ഈ അടി CPM-ന് കൊള്ളുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ UDF വിചാരിച്ചു കാണണം ഇവർ നമുക്കൊപ്പം നിൽക്കുമെന്നുള്ളത്. അങ്ങനെ ഇവർക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ BJP-ക്ക് ആരോപിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമായിരിക്കും. ഈ ഇന്ത്യ മുന്നണി സഖ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം ഉയർത്താൻ കഴിയും. അത് സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയുമെന്ന് BJP-യും പ്രതീക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു കൗൺസിൽ യോഗം നടക്കുമ്പോൾ ഭൂരിപക്ഷമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? 20 അംഗങ്ങളാണ് UDF-നുള്ളത്, CPM-ന് 29 അംഗങ്ങളാണുള്ളത്, BJP-ക്ക് അംഗങ്ങൾ ഉണ്ട് തന്നെ. അപ്പൊ ഇതിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വലിയ പ്രതിസന്ധി ഇവർക്ക് മുന്നിലുണ്ട്, CPM-നും UDF-നും മുന്നിലുണ്ട്. ഇതാണ് ഈ സത്യത്തിൽ ഇവിടെ വിറളി പിടിപ്പിക്കാനുള്ള കാരണമായിട്ട് മാറിയിട്ടുള്ളത്. വിറളി പിടിച്ചതുകൊണ്ട് കാര്യമില്ല, ഒരു ഭരണം പിടിക്കുന്ന കാര്യമാണ്. വളരെ ക്ഷമയോടുകൂടി കരുക്കൾ നീക്കിയില്ല എന്നുണ്ടെങ്കിൽ എന്തും അസ്ഥാനത്തായി പോകും എന്നുള്ളത് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. BJP-ക്ക് അനുകൂലമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് പലരുടെ ഭാഗത്ത്, നമുക്കറിയാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസ്യത ആർജിച്ചെടുക്കാനായിട്ട് BJP-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. മേയർ VV രാജേഷ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി കൂടിയിരിക്കുന്ന ഒരു മേയറായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ജനഹിതം അറിഞ്ഞു ചെയ്യുന്നു എന്നുള്ള ഒരു പേര് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറമുള്ള ഭാഗത്തുകാർ പറയും അതൊരു പക്ഷം ചേർന്ന് പറയുന്നതാണ്, അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവർ ഈ പറയുന്ന പരാതികളൊന്നും ജനങ്ങളുടെ അടുക്കൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അവിടെയാണ്
പ്രശ്നങ്ങൾ വഷളാകുന്നത്. എന്തായാലും ഇതൊരു നഗരസഭയായിട്ട് കാണാൻ കഴിയാത്ത രീതിയിൽ നരകസഭയായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. BJP ആണെങ്കിൽ അണുവിട വിട്ടുകൊടുക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിയമസഭയിലെ കയ്യാങ്കളിയൊക്കെ കണ്ടതാണ്. അത് ഇനി ഒരിക്കലും മറ്റൊരിടത്തും ഉണ്ടാകല്ലേ, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉണ്ടാകല്ലേ എന്നുള്ള കണക്കുകൂട്ടലാണ്. പഞ്ചായത്തിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റിയിലായിക്കോട്ടെ, ഇനി കോർപ്പറേഷനിലായിക്കോട്ടെ, എങ്ങും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത്, അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകരുത്. സത്യത്തിൽ ഈ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതനെ രജിസ്റ്ററിൽ ഒപ്പിടാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുഗതൻ ജയിലിലാണ്. ഈ ജയിലിൽ കിടക്കുന്ന സുഗതൻ വന്നാലല്ലേ രജിസ്റ്ററിൽ ഒപ്പിടാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് രജിസ്റ്റർ എന്തിനു കീറിക്കളയണം? അല്ലെങ്കിൽ രജിസ്റ്ററിനെ കുറിച്ച് എന്തിനൊരു വഴക്കുണ്ടാക്കണം? കൗൺസിൽ യോഗം മുഴുവനും മൊത്തം പാളി പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം, കയ്യാങ്കളിയിലേക്ക് എത്തണം. മുതിർന്ന ജനപ്രതിനിധികളാണ്. ഈ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് LDF UDF തുടക്കം മുതലേ പ്രതിഷേധം തുടങ്ങിയതാണ്. മേയർ VV രാജേഷ് സീറ്റിലെത്തിയതോടുകൂടി ഈ പ്രതിഷേധം ശക്തമാകുന്നു. CPM മെഡിക്കൽ കോളേജ് കൗൺസിലറായിട്ടുള്ള സിന്ധു, കാട്ടായിക്കോണം കൗൺസിലറായിട്ടുള്ള സിന്ധു ശശി, അണമുഖം കൗൺസിലറായിട്ടുള്ള വീണ എന്നിവരെ ആംബുലൻസിലാണ് കോർപ്പറേഷൻ വളപ്പിലെത്തിച്ചത്. അതിനുശേഷം വീൽ ചെയറിൽ ഹാളിലേക്ക് ഇവരെ എത്തിച്ചപ്പോൾ ബഹളം ശക്തമായി. BJP പ്രവർത്തകരും പ്രതിപക്ഷത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു. സ്വാഭാവികമാണത്. ഇതിൽ മൂന്ന് കൂട്ടരും സംയമനം പാലിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഇവിടെ CPM-നും സത്യത്തിൽ UDF-നും പിരിയിളകിയ മട്ടിലാണ് കാര്യങ്ങളുടെ ഒരു കൊണ്ടുപോക്ക്. BJP കാണിക്കുന്നത് തെമ്മാടിത്തരമാണെന്നുണ്ടെങ്കിൽ അതേ തെമ്മാടിത്തരം തിരിച്ചു കാണിച്ചിട്ടാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അങ്ങനെ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ ഇളക്കം തട്ടുകയാണ് ചെയ്യുന്നത്. ബഹളം ശക്തമായതോടുകൂടിയാണ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി മേയർ VV രാജേഷ് കൗൺസിൽ യോഗം അവസാനിപ്പിക്കുന്നത്. അപ്പോഴാണ് രജിസ്റ്ററിൽ ഒപ്പിടാനായിട്ട് UDF അംഗങ്ങൾ ശ്രമിച്ച BJP അംഗങ്ങൾ തടഞ്ഞു എന്നാണ് പറയുന്നത്. രജിസ്റ്റർ UDF അംഗങ്ങളുടെ കൈവശമായിരിക്കുന്നു. തട്ടിയെടുക്കാനായിട്ട് ഉദയൻ ശ്രമിക്കുന്നു. ഇതോടുകൂടി ശബരിനാഥുമായിട്ട് പിടിവലിയാകുന്നു. ഇരുവരും ഷർട്ടിൽ പിടിച്ചു വലിച്ചു ഉന്തും തള്ളുമാകുന്നു. ഇതിനിടെ ഷർട്ട് കീറുന്നു. പാളയം കൗൺസിലർ ഷെർലിക്കും സംഘർഷത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ചെമ്പഴന്തി ഉദയൻ UDF വനിതാ അംഗങ്ങളെ ആക്രമിച്ചതായിട്ട് ശബരിനാഥൻ പറഞ്ഞിട്ടുണ്ട്. ശുചിത്വ പ്രവർത്തനം നടക്കാത്തത് കൊണ്ട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും സുഗതം വിഷയം ചർച്ച ചെയ്യാനായിട്ട് മേയർ തയ്യാറായില്ലെന്നുമാണ് CPM കൗൺസിലറായിട്ട് SP ദീപക് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം വിഷയങ്ങളാണ്. സുഗതന് ഒപ്പിടണമോ വേണ്ടയോ? ഒരു കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഒരു കൗൺസിലറെ വേണമോ? ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് UDF-ഉം CPM-ഉം ഒക്കെ ഉയർത്തുന്നത്. പക്ഷെ അതിന് ചെയ്യേണ്ടുന്ന രീതി ഇതാണോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം നഗര ഭരണം അത് ഒരു നരക ഭരണമായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ.